2023 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെന്റ് ആക്ടിലെ ഡെഫിനിഷൻ ഏരിയയിൽ വന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്ന ഐ ബി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ DA, DB, DC ശേഷം അടുത്ത ചേഞ്ച് വന്ന എവിടെയാണ്? IB ആണ്. നമുക്കറിയാം IA ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. IB എന്ന് പറയുന്നത് എന്താണ്? ഫെഡറൽ സൊസൈറ്റി ആണ്. അതിലൊരു ഭേദഗതി, ഒരു ചേഞ്ച് 2023 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെന്റ് ആക്ടിൽ കൊണ്ടുവന്നു. എന്താണ് ആ ചേഞ്ച് എന്ന് ചോദിച്ചാൽ നോക്കിക്കേ, എന്താണ് ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഓർത്ത് വെച്ചേക്കണം, നമ്മുടെ എക്സാമിന് പലവട്ടം ചോദിക്കുന്നതാണ്. എന്താണ്? എ സൊസൈറ്റി ഹാവിംഗ് മോർ ദാൻ 1 district as its area of operation. ഒന്നിലധികം ജില്ലകളാണ് ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ. മോർ ദാൻ 1 district as its area of operation. Then പിന്നീട് പറയുന്നുണ്ട് ആരാണെങ്കിലും മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ആരാണ് മെമ്പേഴ്സ്? അപ്പൊ നോക്കിക്കേ, എ സൊസൈറ്റി ഹാവിംഗ് മോർ ദാൻ 1 district as its area of operation. ഒന്നിലധികം ജില്ലയാണ് ഇതിന്റെ പ്രവർത്തന പരിധി. ഓക്കെ, ഹാവിംഗ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് മെമ്പറാ പറയുന്ന, സ്റ്റേറ്റ് ഗവൺമെന്റ് മെമ്പറാണ്, ഇൻഡിവിജ്വൽസ് മെമ്പറാണ്, ആൻഡ് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മെമ്പറാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്നറിയപ്പെടുന്നത് മോർ ദാൻ 1 district ആണ്. ഓക്കെ, മോർ ദാൻ 1 district ആണ്. ദെൻ അതേപോലെ തന്നെ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ആർക്കൊക്കെയാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, ഇൻഡിവിജ്വൽസ് ഉണ്ട്, അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. ബട്ട് എന്നിട്ട് ഒരു റെസ്ട്രിക്ഷൻ കൂടി വെച്ചു. എന്താണ്? ബട്ട് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഇൻ ദ സൊസൈറ്റി ഷാൽ നോട്ട് എക്സീഡ് 25% ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഇൻ ദ സൊസൈറ്റി. ഇമ്പോർട്ടന്റ് ആണ്. എന്നിരുന്നാലും ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പിന്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ആ ഫെഡറൽ സൊസൈറ്റിയുടെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പർഷിപ്പിന്റെ 25% കൂടാൻ പാടില്ല. 100 പേരാണ് ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് എങ്കിൽ അതില് 25 പേരെ ആര് പാടുള്ളൂ? ഇൻഡിവിജ്വൽസ് പാടുള്ളൂ. ഓക്കെ, അപ്പൊ അത് പറഞ്ഞെന്താണ്? ബട്ട് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഇൻ ദ സൊസൈറ്റി, സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഷാൽ നോട്ട് എക്സീഡ് ചെയ്യാൻ പാടില്ല. എത്രയാണ്? 25% ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഇൻ ദ സൊസൈറ്റി. ടോട്ടൽ മെമ്പർഷിപ്പിന്റെ 25% എക്സീഡ് ചെയ്യാൻ പാടില്ല. ആരുടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്? ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പിന്റെ എണ്ണം. അപ്പൊ നോക്കിക്കേ, ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് IB-യിലാണ് പറയുന്നത്. 2IB ഡെഫിനിഷനില് എന്താണ് ഡെഫിനിഷൻ പറയുന്നത്? ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ മോർ ദാൻ 1 district ആണ്. മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, ഇൻഡിവിജ്വൽസ് ഉണ്ട്, അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. പക്ഷേ ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പിന്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പർഷിപ്പിന്റെ 25% എക്സീഡ് ചെയ്യാൻ പാടില്ല. അതോർത്തു, 25% എക്സീഡ് ചെയ്യാൻ പാടില്ല. IB-യിൽ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ പറയുന്നുണ്ട് എന്നിരുന്നാലും ഈ കണ്ടീഷൻ, ഈ നമ്പർ ഓഫ് മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു റെസ്ട്രിക്ഷൻ shall not be applicable to societies which are in existence before the commencement of Kerala Cooperative Societies Amendment Act 2023. എന്നുവെച്ചാൽ എന്താ? 2023 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെന്റ് ആക്ട് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ഓൾറെഡി നിലവിലുണ്ടായിരുന്ന ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അവർക്ക് ഈ റെസ്ട്രിക്ഷൻ ബാധകമായിരിക്കുന്നതല്ല. ഈ 2023 ഭേദഗതിക്ക് ശേഷം രൂപീകരിക്കുന്ന ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അവരുടെ മെമ്പർഷിപ്പ് നോക്കുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ 25% കൂടാൻ പാടില്ല. ആരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്? ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പിന്റെ എണ്ണം. 2023 ശേഷം, പക്ഷേ 2023 മുമ്പ് നിലവിലുണ്ടായിരുന്ന ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ഈ റെസ്ട്രിക്ഷൻസ് അവർക്ക് ബാധകം ആയിരിക്കുന്നത് അല്ല. അപ്പൊ ഇതാണ് 2IB-യുമായിട്ട് ബന്ധപ്പെട്ട ചേഞ്ച്. IB-യുമായിട്ട് ബന്ധപ്പെട്ട ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഭേദഗതി ഇതാണ്.
ഓക്കെ, ദെൻ അടുത്ത ഭേദഗതി, നെക്സ്റ്റ് ഭേദഗതി എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? OAA-യിലാണ്. OAA എന്താണ്? ദ ഫോളോയിങ് ക്ലോസ് ഷാൾ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്, പകരം വെച്ചുമാണ്. OAA PACSന്റെ ഡെഫിനിഷൻ പറയുന്നത് OAA-യിലാണ്, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. അവിടെ എന്താ പറഞ്ഞത്? സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ പറഞ്ഞത്? മീൻസ്. ഒരു PACS എന്താണ് അർത്ഥമാക്കുന്നത്? മീൻസ് എ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ്? ഒരു സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയോ, സർവീസ് കോപ്പറേറ്റീവ് ബാങ്കോ, ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കോ ഓർ എ റൂറൽ ബാങ്ക്. ഏതൊക്കെയാണ്? ഒരു PACS എന്ന് പറയുമ്പം അതിൽ വരുന്ന ആരൊക്കെയാണ്? സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആവാം, ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം, അല്ലെങ്കിൽ ഒരു റൂറൽ ബാങ്ക് ആവാം. ഹാവിങ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ, ഇവരുടെ പ്രവർത്തന മേഖല, പ്രവർത്തന പരിധി എന്ന് പറയുന്നത് ഹാവിങ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ എവിടെയാണ്? കൺഫൈൻഡ് ടു എ, നിജപ്പെടുത്തിയിരിക്കുന്ന എവിടെ? വില്ലേജോ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ആയിരിക്കും. എവിടെയാണ്? വില്ലേജോ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ആയിരിക്കും ഇവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ. ദെൻ അടുത്ത ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ദ പ്രൈമറി ഒബ്ജക്റ്റ്, ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം, പ്രൈമറി ഒബ്ജക്റ്റ് ഓർ പ്രിൻസിപ്പൽ ബിസിനസ്, മുഖ്യ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അക്കോമഡേഷൻ ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ് ആണ്, അല്ലെങ്കിൽ അലൈഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ആണ്. അതായത് ഇവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് അല്ലെങ്കിൽ മുഖ്യ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? സാമ്പത്തികപരമായിട്ട് ഇതിലെ അംഗങ്ങളെ എന്ത് ചെയ്യുക? അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുക. ഏത് പർപ്പസിന് വേണ്ടിയിട്ട്? അഗ്രികൾച്ചർ, കൃഷിക്കോ അലൈഡ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കോ. ഓക്കെ, ദെൻ പറയുന്നുണ്ട് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സച്ച് ലോൺസ് ആൻഡ് അഡ്വാൻസ്, ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സച്ച് ലോൺസ് ആൻഡ് അഡ്വാൻസ്, അത്തരത്തിൽ ആ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി മെമ്പേഴ്സിന് കൊടുക്കുന്ന ലോൺസുകളുടെയും അഡ്വാൻസുകളുടെയും പലിശ നിശ്ചയിക്കുന്നത്. ആൻഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ, പലിശ മാത്രമല്ല അതിന്റെ പ്രവർത്തന പരിധി നിശ്ചയിക്കുന്നതും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാക്കാണ്, പ്രവർത്തന പരിധി നിശ്ചയിക്കുന്നതും ആരാണ്? ഫിക്സഡ് ബൈ രജിസ്ട്രാർ ആണ്. ഫിക്സഡ് ബൈ രജിസ്ട്രാർ. മുമ്പ് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമാണ്, ഇവിടെ എന്തും കൂടെ പറയുന്നുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതുകൂടാതെ ഇതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷനും ആര് നിശ്ചയിക്കും? രജിസ്ട്രാർ നിശ്ചയിക്കുന്നതാണ്. ദെൻ പറയുന്നുണ്ട് ഈ റെസ്ട്രിക്ഷൻ റിഗാർഡിംഗ് ഏരിയ ഓഫ് ഓപ്പറേഷൻ, ഇതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ പറഞ്ഞല്ലോ, ഇത് ആർക്ക് ബാധകമായിരിക്കുന്നതല്ല? ഷാൾ നോട്ട് അപ്ലൈ ടു സൊസൈറ്റീസ് ഓർ ബാങ്ക്സ് വിച്ച് ആർ ഇൻ എക്സിസ്റ്റൻസ് ഓൺ 1 ജാനുവരി 2000. നമ്മൾ ആദ്യത്തെ ഭേദഗതി ഇല്ല, ഒന്നാം ഭേദഗതി, ആ സമയത്ത് നിലവിലുണ്ടായിരുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഈ ഏരിയ ഓഫ് ഓപ്പറേഷന്റെ റെസ്ട്രിക്ഷൻ ബാധകമായിരിക്കുന്നത് അല്ല. അപ്പം OAA എന്താണ്? പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് വെച്ചാൽ എന്താണ്? അതൊരു സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആവാം, ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം, അല്ലെങ്കിൽ റൂറൽ ബാങ്ക് ആവാം. എന്താണ് ഇവിടെ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ബിസിനസ്? എന്താണ്? ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അക്കോമഡേഷൻ ടു ഇറ്റ്സ് മെമ്പർ. ഏത് പർപ്പസിന് വേണ്ടിയിട്ട്? അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഏരിയ ഓഫ് ഓപ്പറേഷനും ആരാ നിശ്ചയിക്കുന്നത്? രജിസ്ട്രാർ ആണ്. എവിടെയാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ? വില്ലേജോ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? OAA പ്രകാരം പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. ഓക്കെ, ദെൻ അതിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, 1/1/2000 പ്രാബല്യത്തിൽ നിലവിലുണ്ടായിരുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ഏരിയ ഓഫ് ഓപ്പറേഷന് സംബന്ധിക്കുന്ന ഈ റെസ്ട്രിക്ഷൻ അവർക്ക് ബാധകമായിരിക്കുന്നത് അല്ല. അതായത് വില്ലേജോ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ആയിരിക്കും എന്ന് പറയുന്ന ഈ റെസ്ട്രിക്ഷൻ അവർക്ക് ബാധകമായിരിക്കുന്നതല്ല. എങ്ങനെയാണെങ്കിൽ അവര് 1/1/2000 മുമ്പ് പ്രാബല്യത്തിൽ ഉണ്ടായിരുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ. ഓക്കെ, ഈ ചേഞ്ച് ആണ് എവിടെ വന്നത്? OAA-യിൽ വന്ന ചേഞ്ച്. ഓക്കെ, അടുത്തത് OB. എന്താണ് OB? പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ആണ്, പ്രാഥമിക വായ്പാ സംഘമാണ് OB പറയുന്നത്, പ്രാഥമിക വായ്പാ സംഘം.
അവിടെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? ഒ ബിയിൽ എന്താ ചേഞ്ച് വന്നത്? മീൻസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ്? ഇതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. അതർ ദാൻ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, എന്നാൽ ഇതൊരു പ്രാഥമിക കാർഷിക വായ്പാ സംഘമല്ല. പ്രൈമറി വായ്പാ സംഘം എന്ന് പറയുന്നത് അതർ ദാൻ PSCS ആണ്. ദ പ്രൈമറി ഒബ്ജക്ട് ഓർ പ്രിൻസിപ്പൽ ബിസിനസ്, ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? വിച്ച് യൂസ് ടു അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ഹിസ് മെമ്പർ. എന്തായിരിക്കണം? വിച്ച് ഈസ് ടു അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം മെമ്പർ. ഇത് മുമ്പ് പറഞ്ഞിരുന്നില്ല. വിച്ച് ഈസ് ടു അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ഇറ്റ്സ് മെമ്പർ. മെമ്പറിൽ നിന്ന് സ്വീകരിക്കുക, ഡെപ്പോസിറ്റ് സ്വീകരിക്കുക. ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ടു ഇറ്റ്സ് മെമ്പർ. എന്താണ്? എന്തിനു വേണ്ടിയാണ് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത്? ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, മെമ്പേഴ്സിന് വായ്പ കൊടുക്കുവാൻ വേണ്ടിയിട്ട്. ഓർ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? വായ്പ കൊടുക്കുക, അല്ലെങ്കിൽ ഈ തുക എന്ത് ചെയ്യണം? നിക്ഷേപിക്കണം. ഇൻവെസ്റ്റ്മെന്റ് ഓർ ഇൻവെസ്റ്റ്മെന്റ്. ആൻഡ് ദ ബൈലോസ് ഓഫ് വിച്ച് ഡു നോട്ട് പെർമിറ്റ് അഡ്മിഷൻ ഓഫ് എനി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് ഇറ്റ്സ് മെമ്പർ. എന്നിരുന്നാലും അവരുടെ ബൈലോ, നിയമാവലി എന്താണ്? ഡു നോട്ട് പെർമിറ്റ്, അനുവദിക്കാൻ പാടില്ല. എന്ത്? അഡ്മിഷൻ, പ്രവേശനം. ആരുടെ? എനി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് ഇറ്റ്സ് മെമ്പർ. മറ്റൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെയും ഇതിലെ അംഗങ്ങളായിട്ട് അനുവദിക്കാൻ പാടില്ല. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാക്കാണ്. മുമ്പ് ഇതൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ എന്താണ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി? ശ്രദ്ധിച്ചു കേൾക്കണം. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒ ബിയിലാണ് പറയുന്നത്. OAA PSCS OB പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി. അപ്പൊ എന്താണ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി? ഇതൊരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്, പക്ഷേ ഇതൊരു PSCS അല്ല. എന്താണ് ഇവിടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അല്ലെങ്കിൽ മുഖ്യമായ ബിസിനസ് എന്താണ്? ഡെപ്പോസിറ്റ് സ്വീകരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ലോൺ, ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ മിച്ചമുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടും. ദെൻ മറ്റെന്താ കാര്യം പറഞ്ഞത്? ദെൻ അവരുടെ ബൈലോ അനുവദിക്കാൻ പാടില്ല. എന്താണ്? മറ്റൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെയും അംഗങ്ങളായിട്ട് ഒരു കാരണവശാലും അവരുടെ ബൈലോ അനുവദിക്കാൻ പാടില്ല. അവരുടെ ബൈലോയില് മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ അംഗമായിട്ട് അക്സെപ്റ്റ് ചെയ്യാം എന്നൊരു കാര്യം ഉണ്ടാവാൻ പാടില്ല. ഏതിന്റെ? പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയുടെ. അതാണ് പറഞ്ഞത്. ആൻഡ് ദ ബൈലോ ഓഫ് വിച്ച് ഡു നോട്ട് പെർമിറ്റ്, അനുവദിക്കാൻ പാടില്ല അഡ്മിഷൻ, പ്രവേശനം. ആരുടെ? എനി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി, മറ്റൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെയും ആസ് ഇറ്റ്സ് മെമ്പർ, ഇതിലെ അംഗങ്ങളായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് OD പ്രകാരം, OB പ്രകാരം, OD അല്ല OB പ്രകാരം എന്താണ് പറയുന്നത്? പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി, പ്രാഥമിക വായ്പാ സംഘം. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത, ഭേദഗതി വരുത്തി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാക്ക്. ഓക്കെ, അടുത്തത് OD. എന്താണ് OD എന്ന് പറയുന്നത്? OD എന്ന് പറയുന്നത് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്, പ്രാഥമിക സഹകരണ സംഘം. ഇവിടെ ക്രെഡിറ്റ് എന്നോ അഗ്രിഗേറ്റ് ക്രെഡിറ്റ് എന്നോ ഒന്നുമില്ല. OD പറയുന്നതിനെ കുറിച്ചാണ്. പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി, പ്രാഥമിക സഹകരണ സംഘം. എന്താണ് പറഞ്ഞത്? എ സൊസൈറ്റി, ഇതൊരു സൊസൈറ്റിയാണ്. അധികാരപരിധി, ജൂറിസ്ഡിക്ഷൻ, അധികാരപരിധി എന്ന് പറയുന്നത് എവിടെയാണ്? ഓവർ എനി സ്പെസിഫൈഡ് ഏരിയ ഇൻ വൺ ഡിസ്ട്രിക്റ്റ്, ഒരു ജില്ലയിലെ ഏതെങ്കിലും സ്പെസിഫൈഡ് ഏരിയ ആവാം. ഓർ മോർ ദാൻ വൺ ഡിസ്ട്രിക്ട് ഇൻ ദ സ്റ്റേറ്റ്, അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഒന്നിലധികം ജില്ലകളാവാം. ആൻഡ് ഹാവിംഗ് ഇൻഡിവിജ്വൽസ്, അതർ സൊസൈറ്റീസ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആസ് ഇറ്റ്സ് മെമ്പർ. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാക്കാണ്. ആരൊക്കെയാ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്? ആരൊക്കെ മെമ്പർഷിപ്പ്? ഇൻഡിവിജ്വൽ മെമ്പർ ആവാം, അതർ സൊസൈറ്റിക്ക് മെമ്പർ ആവാം, സ്റ്റേറ്റ് ഗവൺമെന്റിന് മെമ്പർ ആവാം, ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മെമ്പർ ആവാം. ഓക്കെ, ഇൻഡിവിജ്വൽസിന് മാത്രം മെമ്പർ ആവുന്ന എവിടെയാണ്? അത് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിലാണ്. അവിടെ പറയുന്നുണ്ട് മറ്റൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെയും മെമ്പറായിട്ട് അനുവദിക്കാൻ പാടില്ല ബൈലോ പ്രകാരം. അപ്പൊ ഇവിടെ ആർക്കൊക്കെ? പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അധികാരപരിധി ഒരു ജില്ലയിലെ സ്പെസിഫൈഡ് ഏരിയയോ പ്രത്യേക ഏരിയയോ അല്ലെങ്കിൽ മോർ ദാൻ വൺ ഡിസ്ട്രിക്ട് ഇൻ ദ സ്റ്റേറ്റ്, സംസ്ഥാനത്തെ ഒന്നിലധികം ജില്ലകളോ ആവാം ഈ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ. ദെൻ അതുപോലെ തന്നെ ഇതിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? അംഗങ്ങൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ്, അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി,
ഗവൺമെന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് ഈ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്തെടുക്കാം? മെമ്പർഷിപ്പ് എടുക്കാം. ഇതാണ് OD പ്രകാരം പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. OD പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, അപ്പം OAA പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, OB പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി, OD പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, അടുത്ത ചേഞ്ച് എന്ന് പറയുന്നത് P ആണ്. P അടുത്ത ചേഞ്ച് വന്നത് P യിലാണ്. P ആരെ കുറിച്ചാണ് പറയുന്നത്? രജിസ്ട്രാറെ കുറിച്ചാണ് P പറയുന്നത്. രജിസ്ട്രാർ. ഓക്കെ, രജിസ്ട്രാർ എന്താ പറഞ്ഞത്? ഫോർ ദ രജിസ്ട്രാർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാ? രജിസ്ട്രാർ മീൻസ് എ പേഴ്സൺ. 3.1 പറയുന്നത് ഗവൺമെന്റ് മേ അപ്പോയിന്റ് എ പേഴ്സൺ ടു ബി ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഗവൺമെന്റ് മേ അപ്പോയിന്റ് എ പേഴ്സൺ ടു ബി ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതാണ് 3.1 പറയുന്നത്. 3.2 പറയുന്നത് ഗവൺമെന്റ് മേ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ കൺഫർ ഓൺ എനി പേഴ്സൺ ഓൾ ഓർ എനി ഓഫ് ദ പവേഴ്സ് ഓഫ് രജിസ്ട്രാർ എന്നാണ് 3.2 പറയുന്നത്. ഡെലിഗേഷൻ. അതിലാണ് ഇവിടെ ചേഞ്ച് വന്നത്. എന്താ ചേഞ്ച് വന്നത്? ചേഞ്ച് നോക്കി ശ്രദ്ധിച്ച് കേൾക്കണം. ചേഞ്ച് എന്താ? ചേഞ്ച് ഫോർ ദ വേർഡ്സ് എനി പേഴ്സൺ. എനി പേഴ്സൺ എന്ന് പറയുന്ന വാക്കിന് പകരം ദ വേർഡ് എന്താ ആഡ് ചെയ്തത്? എനി അതർ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷാൾ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അതിന് പകരമായിട്ട് എനി പേഴ്സൺ എന്ന് പറയുന്ന വാക്കിന് പകരമായിട്ട് ഏത് വാക്ക് വെച്ചു? എനി അതർ ഓഫീസർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റിലെ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥൻ, മറ്റുദ്യോഗസ്ഥൻ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മുമ്പ് എനി പേഴ്സൺ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ആരാണ്? എനി അതർ ഓഫീസർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നാണ്. എനി അതർ ഓഫീസർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റിലെ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥൻ എന്ന വാക്കുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മുമ്പ് എനി പേഴ്സൺ ആയിരുന്നെങ്കിൽ ഇനി എങ്ങനെയാണ്? എനി അതർ ഓഫീസർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നാണ് അവിടെ വായിക്കേണ്ടത്. ഇനി കേട്ടോ, 3.3 2P. ആ 2P ഉണ്ടായ ചേഞ്ച് അതാണ്. ഓക്കെ, അടുത്തത് QB. QB, the following shall be inserted. QB, QA ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്, QB ഷെഡ്യൂൾഡ് ട്രൈബ് ആണ്. അതിനുശേഷം പുതിയൊരു സെക്ഷൻ ക്ലോസ് ആഡ് ചെയ്തു. ഏതാണ്? QBA. QBA. QAയും Q ഉണ്ട്, Q റൂൾസ് ആണ്. QA ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്, QB ഷെഡ്യൂൾഡ് ട്രൈബ് ആണ്. അതിനുശേഷം QBA. QB ഉണ്ടായിരുന്നു, QBA കൂടി ആഡ് ചെയ്തു. 2QBA. എന്താണ് 2QBA? സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. QBക്ക് ശേഷം ആഡ് ചെയ്തതാണ് സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പുതിയ ഡെഫിനിഷൻ അവിടെ ആഡ് ചെയ്തു. QBA ആയിട്ട്. അപ്പൊ എന്താണ് സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് നോക്കാം. ഇതൊരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. എന്താണ്? ഇതൊരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഫോംഡ് ഫോർ ദ വെൽഫെയർ ഓഫ് സോഷ്യൽ ക്ലാസ്. വെൽഫെയർ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. ആരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്? ഡിഫറൻറ്റ്ലി ഏബിൾഡ് പേഴ്സൺ, ഏജ്ഡ് പേഴ്സൺ, ട്രാൻസ്ജെൻഡേഴ്സ്, ഡിപ്രസ്ഡ് പേഴ്സൺ ഓർ മെന്റലി ചലഞ്ച്ഡ് പേഴ്സൺ. ആരൊക്കെയാണ്? അത് ഓർത്തു വെച്ചേക്കണം. സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ആരുടെയൊക്കെയാണ്? ഡിഫറൻറ്റ്ലി ഏബിൾഡ് പേഴ്സണിന്റെയും, ഏജ്ഡ് പേഴ്സൺ പ്രായം ചെന്ന ആൾക്കാരുടെയും, ട്രാൻസ്ജെൻഡേഴ്സിന്റെയും, ഡിപ്രസ്ഡ് പേഴ്സണിന്റെയും, മെന്റലി ചലഞ്ച്ഡ് പേഴ്സണിന്റെയും സംഘടന ആണ് ഒരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഏത്? സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പം QB എന്ന് പറയുന്ന ഷെഡ്യൂൾഡ് ട്രൈബിന് ശേഷം മറ്റൊരു ഡെഫിനിഷൻ കൂടി ആഡ് ചെയ്തു, QBA. അതെന്താണ്? ഇതൊരു സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. അതെന്താണ് സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റി? അതൊരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ആരുടെ? ഡിഫറൻറ്റ്ലി ഏബിൾഡ് പേഴ്സണിന്റെ, ഏജ്ഡ് പേഴ്സണിൻ്റെത്, ദെൻ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെത്, മെന്റലി ചലഞ്ച്ഡ് പേഴ്സണിൻ്റെത്, ഡിപ്രസ്ഡ് പേഴ്സണിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഇത് സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതൊരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. അപ്പൊ QBക്ക് ശേഷം ഈ ഒരു ഡെഫിനിഷൻ കൂടെ ആഡ് ചെയ്തു. ഏതാണ്? QBA, സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, ആരുടെയൊക്കെയാണ്? ഓർത്തു വെച്ചേക്കണം. ആരുടെയൊക്കെയാണ്? ഡിഫറൻറ്റ്ലി ഏബിൾഡ് പേഴ്സൺ, ഏജ്ഡ് പേഴ്സൺ, മെന്റലി ചലഞ്ച്ഡ് പേഴ്സൺ,
ദെൻ ട്രാൻസ്ജെൻഡേഴ്സും അതുപോലെ തന്നെ ഡിപ്രസ്ഡ് പേഴ്സണിന്റെയും എന്താണ് സംഘടനയുടെ പേര്? കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരെന്താണ്? സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. എവിടെയാണ്? 2QBA അവിടെ ആഡ് ചെയ്തു. ദെൻ അടുത്തത് RA. RA പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിനെ കുറിച്ചാണ്. RA എന്താ പറയുന്നത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിനെ കുറിച്ചാണ് RA. അവിടെ മുമ്പ് കേരള എന്ന് പറയുന്ന വാക്കില്ലായിരുന്നു. പുതിയ ഭേദഗതിയിൽ കേരള എന്ന് പറയുന്ന വാക്ക് ഇൻസേർട്ട് ചെയ്തു. കേരള എന്ന് പറയുന്ന വാക്ക് ഇൻസേർട്ട് ചെയ്തു. ഇപ്പൊ എങ്ങനെ റീഡ് ചെയ്യേണ്ടത്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ്, കേരള എന്ന് പറയുന്ന വാക്ക് ആഡ് ചെയ്തു. ഇപ്പൊ എങ്ങനെ റീഡ് ചെയ്യണം? RA വായിക്കുമ്പോൾ എങ്ങനെയാ വായിക്കേണ്ടത്? കേരള സ്റ്റേറ്റ്, ഇവിടെ സ്റ്റേറ്റ് എന്നുള്ളൂ, ഇവിടെ എങ്ങനെ വായിക്കണം? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് വായിക്കണം കേട്ടോ. ഇനി വായിക്കുമ്പോൾ അങ്ങനെ വേണം വായിക്കാൻ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. ഓക്കെ, അപ്പൊ കേരള എന്ന് പറയുന്ന ആ ഒരു വേർഡ് അവിടെ ഇൻസേർട്ട് ചെയ്തു. 2023 ഭേദഗതി അനുസരിച്ച് RAയിൽ വന്ന ചേഞ്ച് ഇതാണ്. ഓക്കെ, ദെൻ അടുത്തത് യുക്ക് ശേഷം യു ഞാൻ പറഞ്ഞല്ലോ A മുതൽ U വരെ ആയിരുന്നു. A മുതൽ U വരെ ആയിരുന്നു ഡെഫിനിഷൻ ഏരിയ. അവിടെ യുവിന് ശേഷം പുതിയൊരു ക്ലോസ് ആഡ് ചെയ്തു. ദാറ്റ് മീൻസ് വി ആണ്. വി ഇതിന് ശേഷമാണ് യു. STU. യുക്ക് ശേഷം ഏത് വന്നു? വി എന്ന് പറയുന്ന ഒരു പുതിയ ക്ലോസ് ആഡ് ചെയ്തു. എന്താണ് വി? യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി. യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി, യുവജന സഹകരണ സംഘം, യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, എന്താണ് ഒരു യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്? നോക്കിക്കേ, മീൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ആർ രജിസ്റ്റേർഡ് ടു പ്രൊമോട്ട്. ഇതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ആരുടെയാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? എന്റർപ്രണർഷിപ്പ്, സംരംഭകത്വം, ന്യൂ ടെക്നോളജി, പുതിയ സാങ്കേതിക വിദ്യ, ഇന്നവേഷൻസ്, നൂതനമായിട്ടുള്ള ആശയങ്ങള്, ആൻഡ് സ്റ്റാർട്ടപ്പ്, പുതിയ ഐഡിയയുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ വെഞ്ചേഴ്സുകൾ, with the objective to generate employment and income and the welfare of youth and having its area of operation within one district. Important ആണ്. ഒരു യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എവിടെയാണ്? ഒരു ജില്ലയായിരിക്കും. ഒരു യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എവിടെയാണ്? ഒരു ജില്ലയിലായിരിക്കും. ഒരു ജില്ലയിൽ സംരംഭകത്വവും പുതിയ സാങ്കേതിക വിദ്യയും പുതിയ ആശയങ്ങളും പുതിയ സ്റ്റാർട്ടപ്പുകളും ദെൻ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് യുവാക്കളുടെ ഒരു സംഘമാണ് ഏത്? യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യുവജനങ്ങൾക്ക് തൊഴില്, അവരുടെ ഇൻകം വർദ്ധിപ്പിക്കുക, ആൻഡ് ദ വെൽഫെയർ ആണ്. ഇതാണ് എംപ്ലോയ്മെന്റ് യൂത്ത്, ഇൻകം ടു യൂത്ത് ആൻഡ് വെൽഫെയർ ഓഫ് യൂത്ത്. യുവാക്കളുടെ ക്ഷേമം, യുവാക്കളുടെ വരുമാനം, യുവാക്കളുടെ തൊഴില് ഇത് വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി, ഇത് മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ജില്ല അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഏത്? യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി. അത് കോട്ടയത്താണ് ആദ്യത്തെ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചത്. അപ്പൊ അത് പുതിയൊരു ഡെവലപ്മെന്റ് ആണ് കോപ്പറേറ്റീവ് മേഖലയിലെ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി. യുവാക്കളുടെ സഹകരണ സംഘം, ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു ജില്ലയാണ്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്റർപ്രണർഷിപ്പ്, അതുപോലെ തന്നെ ഇന്നോവേഷൻ, പുതിയ സ്റ്റാർട്ടപ്പുകൾ, പുതിയ ടെക്നോളജി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ യുവാക്കളുടെ എംപ്ലോയ്മെന്റ്, ഇൻകം, വെൽഫെയർ അതിനു വേണ്ടിയിട്ടും രൂപീകരിച്ചിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പം യു എന്ന് പറയുന്ന ഇയറിന് ശേഷം, ഇയർ ആണ് ഡെഫിനിഷനകത്ത് ലാസ്റ്റ് വരുന്നത്, ആ ഇയറിന് ശേഷം പുതിയ ഒരു ക്ലോസ് കൂടെ ആഡ് ചെയ്തു. അതേതാണ്? വി സ്റ്റാൻഡ് ഫോർ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ഇപ്പോൾ ഡെഫിനിഷൻ എ മുതൽ ഏതുവരെയുണ്ട്? വി വരെയുണ്ട്. മുമ്പ് യു വരെയാണെങ്കിൽ 2023 ശേഷം ഏതുവരെയായി? വി കൊണ്ടാണ് ഇപ്പോൾ ഡെഫിനിഷൻ അവസാനിക്കുന്നത്. വി സ്റ്റാൻഡ് ഫോർ ഏതാണ്? യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ഭേദഗതിയാണ് നിലവില് 2023 നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെന്റ് ആക്ടിൽ ഉണ്ടായിട്ടുള്ളത്. ഡെഫിനിഷൻ ഏരിയയിൽ ഉണ്ടായ ചേഞ്ചുകളാണ് ഞാൻ പറഞ്ഞത്. ആ ചേഞ്ചുകൾ നല്ല രീതിയിൽ ക്ലാസ്സുകൾ കേൾക്കുക,
ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ആ കമന്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഭേദഗതി ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് ഡെഫിനിഷൻ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭേദഗതിയാണ്. സെക്ഷൻ 2 ഭേദഗതിയാണ് നമ്മളിപ്പോൾ കവർ ചെയ്തത്. അപ്പൊ ഇതിനി അങ്ങോട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വരുത്തിയ സെക്ഷനുകളിൽ ഉണ്ടായ ഭേദഗതികൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേൾക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ള കുട്ടികളിലേക്ക് അല്ലെങ്കിൽ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.